ഇപ്പൊ സ്കൂളുകളിൽ ഹിജാബ് ധരിച്ചു പോകുന്നുണ്ട്. പിന്നെ വേറെ നിസ്കരിക്കാൻ സൗകര്യം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ വന്നിരുന്നു. ആ തരത്തിലൊക്കെ അസംബന്ധങ്ങൾ അതൊക്കെ മദ്രസയിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ മദ്രസയും സ്കൂളും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. മതപാഠശാലയും പൊതുവിദ്യാലയവും തമ്മിൽ വ്യത്യാസമുണ്ട്. പൊതുവിദ്യാലയത്തിൽ മതപാഠശാലയിലെ സൗകര്യങ്ങൾ വേണം എന്ന് പറയുന്നത് തീർത്തും അസംബന്ധമാണ്. അതൊക്കെ അവനവന്റെ വീട്ടിലോ അല്ലെങ്കിൽ അവനവന്റെ മതപാഠശാലയിലോ മാത്രം പറയേണ്ട കാര്യങ്ങളാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അദ്ദേഹത്തിന് വളരെ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം അദ്ദേഹം ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിട്ടാണ് താൻ സംസാരിക്കുന്നത് എന്നും താൻ ഒരു പ്രത്യേക പാർട്ടിയുടെ നേതാവായിട്ടല്ല സംസാരിക്കുന്നതെന്നും ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിക്ക് ഓർമ്മയുണ്ടാവേണ്ടതാണ്. പ്രശ്നം എന്താണെന്നറിയോ? താങ്കൾ ആ സ്കൂളിലെ PTA പ്രസിഡന്റിൽ നിന്ന് സംഘപരിവാറിന്റെയും കാസയുടെയും ആ വളപ്പിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. താങ്കൾ ആ സ്കൂളിന്റെ കോമ്പൗണ്ടിനകത്ത് BJPയുടെ നേതാവിനെ വിളിച്ചുകൊണ്ടുവന്ന് ആ നേതാവിനോടൊപ്പം പത്രക്കാരെ കണ്ട് സംസാരിക്കുമ്പോൾ PTA പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് താങ്കൾ ആ കൂട്ടത്തിൽ നിൽക്കാമോ? താങ്കളുടെ രാഷ്ട്രീയ അഫിലിയേഷൻ അല്ല ആ സ്കൂളിന്റെ PTA പ്രസിഡന്റ് സ്ഥാനത്ത് പ്രകടിപ്പിക്കേണ്ടിരുന്നത്. താങ്കൾ ആ PTA പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സംഘപരിവാറിന്റെ ഒരു കാസ തീവ്രവാദിയുടെ നിലവാരത്തിലേക്ക് മാറി. അത് ചെയ്യാൻ പാടില്ല. സ്കൂൾ മാനേജ്മെന്റിന്റെ ഔദ്യോഗികമായ അഭിപ്രായം പറയേണ്ടത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. PTA പ്രസിഡന്റ് അല്ല സ്കൂൾ മാനേജ്മെന്റിന്റെ ഔദ്യോഗിക അഭിപ്രായം പറയേണ്ടത്. ഇത്രയും കാലത്തിനിടക്ക് അല്ല നിങ്ങൾ അങ്ങനെ പറയല്ലേ? അല്ലല്ല 15 മിനിറ്റ് സംസാരിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ കള്ളം പറയണ്ട. നിങ്ങളുടെ MP എവിടെയായിരുന്നു? ഇത്രയും വിഷയങ്ങൾ ഉണ്ടായപ്പോ MLA എവിടെയായിരുന്നു? ജോഷി ഞാൻ പറയട്ടെ, നിഷ ഞാൻ പറയട്ടെ. MP അവിടെ എത്തിയില്ലേ? MP ഹൈബി ഇടണ്ടേ? നിങ്ങളുടെ MP എവിടെയായിരുന്നു? MLA എവിടെയായിരുന്നു? ഇതാകെ വശപ്പശായല്ല. അല്ലല്ല ഞാൻ ചോദിക്കട്ടെ, MP അവിടെ വന്നത് താങ്കൾ കണ്ടില്ലേ? MP അവിടെ വന്നില്ലേ? MP വന്നത് കണ്ടില്ലേ? MP വന്നത് ജോഷി കൈതവളപ്പിൽ കണ്ടില്ലേ? ജോഷി കൈതവളപ്പിന്റെ ഇൻട്രസ്റ്റ് സംഘപരിവാറിന്റെ ഇൻട്രസ്റ്റ് ആണ്. കാസയുടെ താല്പര്യമാണ്. എപ്പോ വന്നാലും ഹൈബിയുടെ വന്നപ്പോഴാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. ഹൈബിയുടെ വന്നപ്പോഴാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. ജോഷി കൈതവളപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ആ പ്രശ്നത്തിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് അഗ്നി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാറിനെ MP എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞില്ലോ മറുപടി. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങളുടെ MP ശ്രീ ജോഷി NDAയുടെ അല്ലെങ്കിൽ BJPയുടെ ഭാഗമാണോ? PTA പ്രസിഡന്റ് അവിടെ നിൽക്കുമ്പോഴാണ് ഇവര് വന്നത്. ഏതാ? പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. അത് പറയണ്ടേ? ഒരു PTA പ്രസിഡന്റ് BJP നേതാക്കളോടൊപ്പം നിൽക്കാം. അതിലേക്ക് വരട്ടെ. അതിലേക്ക് വരട്ടെ. അവിടെ നിൽക്കട്ടെ. അവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഈ MLA കെ ബാബു വന്നപ്പോ കെ ബാബുവിന്റെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തല്ലോ, അല്ലെങ്കിൽ ചർച്ചയിൽ അവിടെ ഇരുന്നല്ലോ. മറ്റുള്ള ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് അതിന്റെ എന്റെ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു വ്യക്തിയല്ലേ, എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാടില്ലെന്നോ എന്ന് കരുതി? നിങ്ങൾ ആ കുട്ടിയെ പിതാവിനെ ഭീഷണിപ്പെടുത്തിയത് അടക്കമുള്ള പരാതിയുണ്ട്. ജോഷി കൈതവളപ്പിൽ PTA പ്രസിഡന്റ് ആണെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കണം. അങ്ങനെ പറയണ്ട. അങ്ങനെ ഏകപക്ഷീയമായിട്ട് പറയണ്ട. നിങ്ങളുടെ MP എവിടെയായിരുന്നു? ഇവിടുത്തെ കോൺഗ്രസിന്റെ MP എവിടെയായിരുന്നു? MP MLA എവിടെയായിരുന്നു? അങ്ങനെയൊന്നും പറയണ്ട. അങ്ങനെ വരട്ടാൻ നോക്കണ്ട. അങ്ങനെ വരട്ടാൻ നോക്കണ്ട. ഇവിടെ അങ്ങനെ പറയരുത്. ഇത്രയും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ദോഷം കൊള്ളണ്ട. നിങ്ങളുടെ MP ഇവിടെ ഇല്ലായിരുന്നു. MP എവിടെയായിരുന്നു? ഇത്രയും ദിവസങ്ങൾ ഈ വിഷയങ്ങളുണ്ടായിട്ട് MP എവിടെയായിരുന്നു? നിങ്ങൾ ദോഷം കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു ദോഷം കണ്ടിട്ട് കാര്യമില്ല. MP എവിടെയായിരുന്നു എന്നുള്ള ഉത്തരവ് നിങ്ങൾ പറഞ്ഞില്ലോ. എത്ര ദിവസം വന്നു? എത്ര ദിവസം കഴിഞ്ഞിട്ട് MP വന്നു? എവിടെയായിരുന്നു? നിങ്ങളുടെ MP എവിടെയായിരുന്നു? ഒരു കാര്യം ഞാൻ വ്യക്തമാണ്. ഇത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് വിദ്യാഭ്യാസ മന്ത്രിയാണോ? MP ആണോ? BJP നേതാക്കളാണോ? ഇവിടെ ഇപ്പോഴും അല്ല ഞാൻ പറയട്ടെ, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് ആ പിതാവ് തന്നെയാണ്.
ആ അദ്ദേഹം എടുത്ത തീരുമാനമാണ്, കുട്ടിയുടെ പിതാവ് എടുത്ത തീരുമാനമാണ് പ്രശ്ന പരിഹാരത്തിലേക്ക് വന്നത്. നിഷ, ആ പിതാവ് എങ്ങനെ പരിഹാരപ്പെടുത്തു? അത് ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസും ഇടപെട്ടതിനെ തുടർന്നാണ് പരിഹാരം ഉണ്ടായത്. അത് അലമ്പാക്കിയത് ജോഷി കൈതവളപ്പിലെ പോലുള്ള സംഘപരിവാർ കാസ തീവ്രവാദികളാ അലമ്പാക്കിയത്. ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിച്ചത് ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസുമാണ്. അത് പറയുന്നത് അലമ്പായിട്ടില്ലല്ലോ. എങ്ങനെ അലമ്പായി? അങ്ങനെ പടക്കടകുദാഹവ. അല്ലല്ല, എപ്പോഴാണ് അലമ്പായത്? ആ തീരുമാനത്തിൽ നിന്ന് അവർ മാറിയിട്ടില്ലല്ലോ. ആ തീരുമാനത്തിൽ നിന്ന് മാറാത്തടത്തോളം കാലം എങ്ങനെ അലമ്പായി? നിങ്ങൾക്ക് അലമ്പാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്തോളൂ. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അദ്ദേഹം വരാന്ന് തീരുമാനിച്ചിട്ട് എപ്പോഴാണ് അലമ്പായത്? ടിൻഡു ജോന്റെ വരട്ടൊന്നും ഇവിടെ വേണ്ട. ആഗ്രഹിച്ചത് ഷോൺ ജോർജിനെ പോലുള്ള ആളുകളാ. ഷോൺ ജോർജിനെ പോലുള്ള ആളുകൾ നിരന്ന് നിന്ന് പത്രസമ്മേളനം വിളിക്കുന്നുണ്ടല്ലോ. എന്റെ വരട്ടൊന്നല്ല. ഷോൺ ജോർജ് വന്നതുകൊണ്ട് ഈ ചാനൽ ചർച്ചയിൽ എനിക്കും നിങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റി. ഇല്ലെങ്കിൽ ഇത് ആരും അറിയാതെ സ്കൂളിൽ പൊട്ടിപ്പോകുമായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഷോൺ ജോർജ് അവിടെ വന്നതിന് ശേഷമാണ് MP MLA അവിടെ വരുന്നത്. എന്തുകൊണ്ട് ഇത്ര അടുത്ത് കിടന്ന ആളുകൾ വന്നില്ല? ഷോൺ ജോർജ് വന്നില്ലായിരുന്നെങ്കിൽ സ്കൂൾ പൂട്ടുമായിരുന്നു എന്നാണ്. അല്ലല്ല, ഒരിക്കലും അങ്ങനെ പറയും. സ്കൂൾ പൂട്ടുമായിരുന്നില്ല. ഷോൺ ജോർജ് വന്നത് കൊണ്ടാണ് MP വന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. MLA വന്നെന്നാണ് പറഞ്ഞത്. അല്ലാതെ വേറെ മറിച്ച് പറയേണ്ട കാര്യമില്ല.